മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഹൈക്കോടതി. കെ പി ശങ്കർദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയെന്നും ഹൈക്കോടതി പറയുകയാണ്. അതിനിശ്ചിത വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുമ്പോൾ ബിനിൽ ചേരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനിൽ. സ്വാഭാവികമായും എല്ലാവരും ഉയർത്തിയ ചോദ്യമാണ്, എന്തുകൊണ്ട് ആ ബോർഡിലെ അംഗങ്ങൾക്ക് ഉത്തരവാദിത്തം വരുന്നില്ല എന്ന്. കോടതി വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. എന്ത് നിർദ്ദേശം, എന്ത് ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട് ബിനിൽ? വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ കോടതിയിൽ നിന്നും വരികയാണ്. കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളാണ്. ഈ അന്വേഷണ സംഘത്തെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് തീർച്ചയാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെ ഒഴിവാക്കിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതി ഉന്നയിക്കുന്നു. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, കോടതിയുടെ ചോദ്യങ്ങൾ. പ്രതീക്ഷ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജികളൊക്കെ വരുമ്പോൾ കടുത്ത നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത്. നേരത്തെ 2 മുൻകൂർ ജാമ്യ ഹർജികൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും S ശ്രീകുമാറിന്റെ കാര്യത്തിലുമാണ്. അത് തള്ളിക്കൊണ്ട് അടിയന്തര നടപടി അവർക്കെതിരെ എടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ വൈകിപ്പോയി ആ നടപടി. അന്നും കോടതി പൊട്ടിത്തെറിച്ചതാണ്. ഇപ്പോൾ രൂക്ഷമായ പ്രതികരണം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITയെ സംശയത്തിന്റെ നിഴലിലേക്ക് കോടതി കൊണ്ടുവന്നിരിക്കുന്നു. SITയുടെ അന്വേഷണത്തിൽ പല സംശയങ്ങളും അത് നിഴലിക്കുന്നു എന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഉത്തരവിൽ. അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ട ആ തീരുമാനം, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ്. അത് ചെമ്പുപാളികളാക്കി അത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനമെടുത്തു. അത് എ പത്മകുമാർ മാത്രമല്ല, കോടതി പറയുകയാണ് ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ്. അന്നത്തെ 2 ബോർഡ് മെമ്പർമാരും കൂടിയുണ്ട്, KP ശങ്കർദാസ്, അതോടൊപ്പം തന്നെ N വിജയകുമാർ. ഇവർക്ക് 3 പേർക്കും ഒരേ ക്രിമിനൽ ലയബിലിറ്റി ആണ് എന്നതാണ് കോടതി പറയുന്നത്. അതായത് ഈ കേസിൽ ബോർഡ് തീരുമാനമെടുത്തതിന്റെ പേരിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റ് 2 അംഗങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായതായും ഒരു എഫക്റ്റീവായിട്ടുള്ള എൻക്വയറിയും ഉണ്ടായതായും ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നില്ല എന്നതാണ് കോടതി പറയുന്നത്. അത് ഈ അന്വേഷണത്തിന്റെ വലിയ പോരായ്മയാണ് എന്ന് ഹൈക്കോടതി എഴുതി വയ്ക്കുകയാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഈ പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലെ 62ാമത്തെ പേജിലാണ് SITക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SPS ശശിധരൻ ഇത് പരിശോധിക്കണമെന്ന് കോടതി എഴുതി വച്ചിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ മറ്റ് 2 ബോർഡ് മെമ്പർമാർക്കെതിരെ അന്വേഷണം നടത്തിയില്ല? അവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല. അവർക്കും ഇതിൽ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനമായിരുന്നു ഇത് ചെമ്പുപാളികളാക്കി ഒരു വീണ്ടും സ്വർണം പൂശാനുള്ള തീരുമാനം. അവിടെ പത്മകുമാർ ഒറ്റയ്ക്കല്ല തീരുമാനം എടുത്തിരിക്കുന്ന. ആ ബോർഡിൽ അവർ പങ്കെടുത്തിട്ടുള്ള മറ്റ് 2 പേരുണ്ട്. അവരുടെ കൂടി കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ക്രിമിനൽ ലയബിലിറ്റിക്ക് 3 പേരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. പ്രധാനപ്പെട്ട വാർത്തയാണ്.